ഈ യോഗ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഒക്കെ നിയന്ത്രിക്കാൻ യോഗയോളം ഫലപ്രദമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ യോഗാ ദിനത്തിൽ ഇപ്പോൾ ഇന്ന് രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് വിപുലമായ പരിപാടികളാണ് പലയിടങ്ങളിലും യോഗാ ദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ബോൾഗാട്ടിയിലേക്ക് പോകാം, കൊച്ചി ബോൾഗാട്ടിയിലേക്ക് പോകാം. അവിടെ യോഗാ ദിനത്തിൻ്റെ ഭാഗമാകാൻ സുരേഷ് ഗോപി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സഹിൻ ആന്റണി ഉണ്ട് നമുക്കിപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയോ? എന്താണ് കാഴ്ചകൾ? ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. സുരേഷ് ഗോപി കൃത്യം 6 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബോൾഗാട്ടി പാലസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യോഗാ ദിനത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. സുരേഷ് ഗോപി കൃത്യം 6 മണിക്ക് തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹവും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നിരവധി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ജോലിയെടുക്കുന്ന നിരവധി ആളുകൾ, 500ഓളം ആളുകളാണ് ഇന്ന് ഈ യോഗാ ദിനത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിയ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആദ്യം വൃക്ഷത്തൈകളാണ് അദ്ദേഹം നൽകിയത്. അത് നൽകിയാണ് ഓരോരുത്തരെയും അദ്ദേഹം സ്വീകരിച്ചത്. മുഴുവൻ ആളുകൾക്കും, ഈ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും സുരേഷ് ഗോപി തന്നെയാണ് ഈ വൃക്ഷത്തൈകൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കാനെത്തിയ ആളുകളും വലിയ സന്തോഷത്തിലാണ്. കാരണം കേന്ദ്രമന്ത്രിയിൽ നിന്നും ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പാരിതോഷികം അവർക്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കാം. ഈ സുരേഷ് ഗോപിയിൽ നിന്നും ഒരു വൃക്ഷത്തൈയാണ് തുടക്കത്തിൽ തന്നെ കിട്ടിയത്. അതെ, എനിക്ക് വൃക്ഷത്തൈ തന്നാണ് ഇന്നത്തെ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്തത്. വലിയ സന്തോഷമുണ്ട്. തന്നെയാണ്. വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട് വൃക്ഷങ്ങൾ വെക്കാനും, അതുകൊണ്ട് അതൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിക്കുമെന്നും. തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വലിയ വൃക്ഷത്തൈയൊക്കെ കേന്ദ്രമന്ത്രിയിൽ നിന്നും വൃക്ഷത്തൈയൊക്കെ കിട്ടി. താങ്ക് യു. ഞാൻ ട്രാവൽ ഏജൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങളുടെ ടീം ഇതിനകത്ത് സഹകരിച്ച് ഇത് ചെയ്യുന്നുണ്ട്. മന്ത്രി ഭയങ്കര ഇത് കിട്ടി, ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ചെയ്യുന്നു. ഈ പ്രോജക്റ്റ് റെഗുലറായിട്ട് ചെയ്യണം. ഇന്നെങ്കിലും ഒരു തുടങ്ങിയിട്ടിട്ട് ഈ പ്രോജക്റ്റ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുകയും ഡെയിലി രാവിലെ എല്ലാവരും വന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താലാണ് ഇതിന്റെ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആവുകയുള്ളൂ. എന്തായാലും നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഇതിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ഈ കാണുന്നത് പോലെ തന്നെ ഈ ദേശത്താകമാനം നടക്കുന്ന ആഘോഷങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു വലിയ സന്തോഷമുണ്ടോ കേന്ദ്രമന്ത്രിയോടൊപ്പം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപൂർവ അവസരം കിട്ടുമല്ലേ. അപ്പോൾ എങ്ങനെ വല്ലതും വന്ന് വരണമെന്നും പങ്കെടുക്കണമെന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിനെത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഒരു നല്ലൊരു ഫലഭൂഷമായ വീക്ഷണം കൂടെ മേടിക്കാൻ സാധിച്ചു. വളരെ നന്ദി. എന്തായാലും ഇവിടെ കൂടി ചോദിക്കാം, എങ്ങനെയുണ്ട്? വലിയ സന്തോഷത്തിനാളായി? സന്തോഷമുണ്ട്. എത്ര നാളായി ഇങ്ങനെ യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങള് ഓൾറെഡി നമസ്കാരത്തിൽ തന്നെ യോഗയുടെ വേറൊരു രൂപമാണ്. യോഗ അല്ല എങ്കിലും യോഗ ചെയ്യാറുണ്ട്. രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി? രാവിലെ എത്തി. ആരാ ഇതൊക്കെ അറിയിച്ചത് ഇവിടെ യോഗ ഇങ്ങനെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ? ഹസ്ബൻഡ്. ഭർത്താവ് വന്നിട്ടുണ്ടോ? അദ്ദേഹം വന്നിട്ടുണ്ട്. മാഡം എന്ത് ചെയ്യുന്നു? ഞാൻ ഡിസൈനറാണ്. ഒരു ബുട്ടിക്ക് നടത്തുന്നു. ഇല്ല. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊരു സമാധാനവും ശാന്തിയൊക്കെ കിട്ടുന്ന ഒരു ആത്മീയമായിട്ടൊരു എന്താ പറയുക, കുറച്ച് സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ മെന്റലി ഫിസിക്കലി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. മതപരമായിട്ട് യാതൊരു എന്താ പറയാ ബുദ്ധിമുട്ടും അതിനില്ല. നിസ്കരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇത്തിരിയുടെ സുഖമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ നല്ലൊരു റിലാക്സേഷൻ. തന്നെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഈ കാണുന്നത് പോലെ നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഒന്ന് ചോദിക്കാം, എങ്ങനെയാണ്? രാവിലെ തന്നെ എത്തിയോ? രാവിലെ തന്നെ എത്തി. കേന്ദ്രമന്ത്രിയിൽ നിന്നൊരു വൃക്ഷത്തൈയൊക്കെ കിട്ടിയതിന്റെ ഒരു സന്തോഷം? വളരെ സന്തോഷം. യോഗ ചെയ്യാറുണ്ടോ? നിരന്തരം യോഗ ചെയ്യാറ്? ഇല്ല, കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല. നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ്. എങ്ങനെയാണ്? രാവിലെ തന്നെ എത്തിയോ ഇങ്ങോട്ടേക്ക്? രാവിലെ തന്നെ എത്തി. എവിടെ നിന്ന് അറിയിപ്പൊക്കെ കിട്ടിയിരുന്നു? കിട്ടിയിരുന്നു. എങ്ങനെയുണ്ട്? സ്ഥിരം യോഗ ചെയ്യുന്ന ഒരാളാണ്? ചെയ്യാറുണ്ട്.
ഇത് തന്നെയാണ് പുതിയ തുടക്കക്കാരും ഒപ്പം തന്നെ യോഗ നിരന്തരം ചെയ്യുന്ന സഹിനെ കിട്ടിയായിരുന്നോ ഒരു വലിയ വൃക്ഷത്തൈ? കൂട്ടായ്മ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 500 എനിക്കൊരു വൃക്ഷത്തൈ കിട്ടി. എന്തായാലും സുരേഷ് ഗോപി എനിക്കും ഒരു വൃക്ഷത്തൈ തന്നു. ഈ കുഞ്ഞുമക്കളുടെ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ചോദിക്കണം. കുട്ടികളൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മക്കളെ എത്രയല്ല പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലേ. സ്കൂളിൽ നിന്ന് അറിയിപ്പുണ്ടായണ? അല്ല, കളരിന്ന്. ആ കളരിക്കൊക്കെ പോണ ആളാണ് സേതു. ഇതൊക്കെ കണ്ട് പഠിക്കണോട്ടോ. കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ കളരിക്കൊക്കെ പോയി മിടുക്കിയായി മാറിയിട്ടുണ്ട്. എത്ര വർഷമായി കളരിയൊക്കെ ചെയ്യുന്നത്? 3 years. 3 വർഷമല്ലേ? എന്തായാലും ഇത് തന്നെയാണ് ഈ കുട്ടികളൊക്കെ നമ്മൾ കാണുന്നത്. ഒരു കുഞ്ഞു മിടുക്കി ഇവിടെ ഉണ്ട്. ചോദിക്കാം, മോളെ എങ്ങനെയുണ്ട് യോഗ ചെയ്യാറുണ്ടോ? നിരന്തരം യോഗ ചെയ്യാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് ചെയ്യണത്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു. അച്ഛനാണോ വിളിച്ചിട്ട് വന്നത്? അച്ഛനെ വഴക്ക് പറഞ്ഞു? ഉറക്കമൊക്കെ കളഞ്ഞു? ഇല്ല. അച്ഛൻ്റെ ഉറക്കം കളഞ്ഞു. രാവിലെ അച്ഛനാണ് വിളിച്ചെണീപ്പിച്ചത്. ഉറക്കം തന്നെ ഇല്ലായിരുന്നു. വലിയ ഓക്കെ സഹിൻ, നമുക്ക് വീണ്ടും അവിടേക്ക് വരാം, അവിടുത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇപ്പൊ അല്പസമയത്തിന് തന്നെ പരിപാടി ആരംഭിക്കുന്നതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സഹിൻ അവിടെ തന്നെ നിൽക്കൂ. ഈ പറഞ്ഞ പോലെ മാനസിക ഉല്ലാസത്തിന് അടിപൊളിയാണ് യോഗ. അപ്പൊ അവിടെ തന്നെ നിൽക്കൂ. വീണ്ടും വരാം സഹിനിലേക്ക്.